ഹായ് ഫ്രണ്ട്സ്, എല്ലാ BSc നഴ്സിംഗ് സെമസ്റ്റർ വൈസ് സ്റ്റുഡൻസിനുള്ള എക്സാം ടൈം ടേബിൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അറിഞ്ഞവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ടൈം ടേബിളിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ തരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്ലൈഡ് അനാറ്റമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ആണ്. ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പോൾ കയറിയ കുട്ടികൾക്ക് എക്സാം ഇപ്പോഴല്ല, അവർക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റാത്ത സ്റ്റുഡൻസിനുള്ള ഒരു ട്രൈ ആണ്. അപ്പോൾ സപ്ലിമെൻ്ററി ആണ് അത് വരുന്നത്. അനാറ്റമി, ഫിസിയോളജി വരുന്നത് 10/12/2025 അതുപോലെ സോഷ്യോളജി, സൈക്കോളജി വരുന്നത് 12/12/2025 അപ്പോൾ എല്ലാവരും ഡേറ്റ് നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ ഒരു ട്രൈ കൂടിയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇന്ന് ടൈം ടേബിൾ വന്നു, ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇനി നിങ്ങൾക്ക് ടൈമില്ല. ആൻഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ചാൻസ് കൂടിയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല ശ്രദ്ധിച്ച് വായിച്ച് നന്നായിട്ട് തന്നെ പഠിക്കണം. ഈ എക്സാമിൽ എല്ലാവരും പാസ്സാവണം. ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ എല്ലാവരും പഠിക്കണം. ഇനി വരുന്നത് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനാണ്. അവർക്ക് അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രിയും പിന്നെ വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1ഉം 2ഉമാണ്. അത് ഒരുമിച്ചാണ് എക്സാം വരുന്നത്. അപ്പോൾ 11/12/2025 അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി അത് രണ്ടും 2 പേപ്പറായിട്ടാണ്. ഒരു 15 മിനിറ്റ്സിൻ്റെ കോൾ ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നമ്മൾ ബയോകെമിസ്ട്രി എഴുതുന്നത്. 2 സബ്ജക്റ്റായിട്ട് സബായിട്ടാണ്, ലൈക്ക് അനാറ്റമി, ഫിസിയോളജി എഴുതിയ പോലെ അതുപോലെ 2 പേപ്പറിലായിട്ടായിരിക്കും 2 ടൈമിൽ എഴുതുന്നത്. ഒരു 15 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് പതിയെ എഴുതിയാൽ മതി. പിന്നെ വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1ഉം 2ഉം അത് നമ്മൾ 1ഉം 2 ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരൊറ്റൊരു ഇതായിട്ട് തന്നെയാണ് പഠിക്കുന്നതും എഴുതുന്നതും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ ഡേറ്റ് മറക്കണ്ട. 11/12/2025 15/12/2025 ആണ്. അപ്പോൾ ആ ഒരു 11 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ ഇന്ന് മുതൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസിന് വേണ്ടി ഇന്ന് മുതൽ സമയം ഇനിയില്ല എന്നോർത്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. ഇനി അടുത്തത് വരുന്ന തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനുള്ളതായിട്ടാണ്. അവർക്കുള്ള സബ്ജക്റ്റ് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റിയും പിന്നെ വരുന്നത് അഡൽട്ട് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് 1ഉമാണ്. അപ്പോൾ അത് വരുന്നത് 16/12/2025 നിങ്ങൾക്ക് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റിയും വരുന്നത്. 18/12/2025 നിങ്ങൾക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് വരുന്നത്. നിങ്ങൾക്കറിയാം ഒരു 3 ഹവറാണ് നമ്മുടെ എക്സാംസ് വരുന്നത്. അപ്പോൾ ആ എക്സാമിലായിരിക്കും അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗും അതേപോലെ മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ മറ്റ് എക്സാംസ് ലൈക്ക് അനാറ്റമി, ഫിസിയോളജി ഒക്കെ നമ്മൾ എഴുതിയതുപോലെ 2 പേപ്പറിലാണ് എഴുതുന്നതെങ്കിലും 3 ഹവറിൽ തന്നെ നമുക്കൊരു 15 മിനിറ്റ്സ് ബ്രേക്കിലൂടെ ആയിരിക്കും നമ്മൾ ഈ മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റിയും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ, നിങ്ങൾക്കും അധികം ഗ്യാപ്പില്ല ഡേയ്സ്. അപ്പം നല്ല രീതിയിൽ തന്നെ 2 സബ്ജക്റ്റും സെയിം ടൈമിൽ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക നന്നായിട്ട്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഒരു ഓർമ്മപ്പെടുത്തലാണത്. ഇനി അടുത്തത് ഫോർത്ത് സെമസ്റ്ററിൽ എല്ലാവർക്കും അറിയാം ഫാർമക്കോളജി, പത്തോളജി, ജനറ്റിക്സ് പൊതുവെ എല്ലാവർക്കും വളരെ പാടായിരിക്കും പഠിക്കാനായിട്ട്. പക്ഷേ എക്സാം വൈസിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ സബ്ജക്റ്റാണ് ഫാർമക്കോളജി, പത്തോളജി, ജനറ്റിക്സ്. അപ്പോൾ അത് വരുന്നത് 17/12/2025 2 PM to 3:30 PM. പിന്നെ അതുപോലെ പത്തോളജി, ജനറ്റിക്സ് വരുന്നത് 3:45 to 5:15 ആണ്. പിന്നെ വരുന്നത് അടുത്തത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 ആണ്. അത് 9/12/2025 2 PM to 5 PM വരെയാണ്. അതും സെയിം ഇതുപോലെ തന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 നിങ്ങൾക്ക് ഒരൊറ്റൊരു സബ്ജക്റ്റായിട്ട് 3 ഹവർ എഴുതാനുണ്ട്. അപ്പം നല്ല രീതിക്ക് പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫാർമക്കോളജി, പത്തോളജി, ജനറ്റിക്സ് ആണെങ്കിലും മറ്റേതുപോലെ 2 പേപ്പേഴ്സാണ്. 15 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ അത് കുറേ സബ്ജക്ട്സും കുറേ യൂണിറ്റ്സൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ തോന്നും. അപ്പോൾ ആ ടൈമിലോട്ട് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാവാതിരിക്കാൻ നിങ്ങൾ ഇന്ന് മുതൽ അത് മാനേജ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വയം ഒരു പഠിക്കേണ്ടതായിട്ടുള്ളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എഫേർട്ട് ഇടണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന്
ഇനിഷ്യേറ്റ് എടുക്കണം. നിങ്ങൾ വിജയിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമായിരിക്കണം, മറ്റൊരാൾക്ക് വേണ്ടി ആയിരിക്കരുത്. അപ്പോൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് വേണം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് വരുന്നത് 5th സെമസ്റ്റർ സ്റ്റുഡൻസിനാണ്. 5th സെമസ്റ്റർ സ്റ്റുഡൻസിന് 22/12/2025 9 AM to 12 PM വരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. അതേപോലെ 24/12/2025 9 AM to 12 PM വരെ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഓർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 2 സബ്ജക്ട്സാണ് കമ്മ്യൂണിറ്റിയും നഴ്സിംഗ് എഡ്യൂക്കേഷനും. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വായിച്ച് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തോണം. ഇന്ന് മുതൽ, അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, ഇന്ന് മുതലെങ്കിലും ഇതുവരെ തുടങ്ങാത്ത സ്റ്റുഡൻസ് ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അടുത്തത് 6th സെമസ്റ്റർ, നമ്മുടെ സെമസ്റ്റർ വൈസ് ഉള്ള എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെം വൈസ് ആക്കി തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഒരു 6th സെം വരെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ 5th സെമസ്റ്റർ വരെ നമുക്ക് 2 ഡേയ്സിൽ 2 സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാം വന്നിട്ടുള്ളൂ. പക്ഷേ 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം ആണ്. അതിനകത്ത് അത് വരുന്നത് 23/12/2025 9 AM to 12 PM ആണ്. അടുത്തത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം വരുന്നത് 13/12/2025 ആണ്. നഴ്സിംഗ് മാനേജ്മെൻറ്റ് വരുന്നത് 2/1/2026. അപ്പോൾ അടുത്ത ഇയർ ാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. നിങ്ങൾക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്, പക്ഷെ അതിന് മാത്രമില്ല. ഇപ്പം മുതലേ എല്ലാവരും പരിശ്രമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സീ യു ഗൈസ്.